നമസ്കാരം. ഇൻസൈഡിലേക്ക് സ്വാഗതം. ആദ്യം മുതൽ അവസാനം വരെ ഉമ്മയായ ഷെമി പലതും ഒളിച്ചു പിടിക്കുന്നു എന്നുള്ള സംശയം പോലീസിനുണ്ടായിരുന്നു. ജീവൻ കൈവിട്ടു പോകുമെന്ന അവസ്ഥ വന്നപ്പോഴും തൻ്റെ മകനെ ചേർത്ത് പിടിക്കാനാണ് ഷെമി ശ്രമിക്കുന്നുണ്ടായിരുന്നത്. ഇത്രയധികം ക്രൂരകൃത്യം തൻ്റെ മകൻ ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് ഒരുപക്ഷെ ഷെമി അറിഞ്ഞിട്ടുണ്ടാകില്ല. എന്നിരുന്നാൽ പോലും തന്നെ കൊലപ്പെടുത്താൻ, തൻ്റെ ജീവനെടുക്കാനായി ശ്രമിച്ചിട്ട് പോലും ആ മകനെ സംരക്ഷിക്കുന്നതിന് പിന്നിൽ അവർ ഭയക്കുന്ന ചില കാരണങ്ങൾ കൂടിയുണ്ട്. ഇപ്പോൾ ജയിലിൽ വെച്ച് അഫാൻ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി, ഇന്നലെയും മിനയാന്നുമായി പോലീസ് ഉദ്യോഗസ്ഥരോടും ജയിൽ അധികൃതരോടും അതിൽ പലതും തുറന്നു പറയുന്നുണ്ട്. ഭ്രാന്ത് പിടിച്ച പോലെ പലതും സംസാരിക്കുന്നുണ്ട്. ഏത് സമയവും താൻ മരണപ്പെടുമെന്ന്, ആത്മഹത്യ ചെയ്യുമെന്ന് ഭീഷണിപ്പെടുത്തുന്നുണ്ട്. ഇപ്പോഴും പോലീസ് ഉദ്യോഗസ്ഥർക്ക് സംശയമുള്ള ഒരു വിഷയമെന്നുള്ളത് അഫാൻ്റെ മനോനില, മാനസിക നില തകരാറിലാണോ എന്നുള്ളതാണ്. കേവലം 23 വയസ്സ് മാത്രമുള്ള ഒരു പയ്യൻ ചെയ്യുന്ന പ്രവൃത്തിയോ സംസാരമോ അല്ല അഫാൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. ഭർത്താവ് പോലും അറിയാതെ ആ ഉമ്മ നടത്തിയിട്ടുള്ള സാമ്പത്തിക ക്രയവിക്രയങ്ങൾ അതുതന്നെയാണ് ഈ കുടുംബത്തെ ഇങ്ങനെ ഒരു വലിയ അപകടത്തിലേക്ക് നയിച്ചതെന്നാണ് പലരും വിമർശിക്കുന്നത്. അതിൻ്റെ സത്യാവസ്ഥ എന്തെന്നുള്ളത് ആശുപത്രി കിടക്കയിൽ നിന്നും ഉമ്മ തന്നെ എത്തി പറയേണ്ടതാണ്. താൻ ഏത് സമയവും മരിക്കും. ജയിൽ അധികൃതരെ ആകെ മുൾമുനയിലാക്കി അഫാൻ എപ്പോഴും ഉരുവിട്ടുകൊണ്ടിരിക്കുന്നത് ഈ ഒരൊറ്റ കാര്യമാണ്. കൂട്ടക്കൊല നടത്തിയത് എങ്ങനെയെന്നും എന്തൊക്കെയാണ് അതിന് കാരണമായ വിഷയങ്ങളെന്നുമൊക്കെ ജയിൽ ഉദ്യോഗസ്ഥരോട് ഓരോന്നോരോന്നായി അക്കമിട്ട് നിരത്തി. എന്നാൽ പിതാവിൻ്റെ ഈ പറയുന്ന സാമ്പത്തിക ബാധ്യതയുടെ ഉത്തരവാദിത്തം അഫാൻ എങ്ങനെയാണ് വന്നു ചേരുന്നത്? ചോദ്യങ്ങൾ ഒരുപാട് പോലീസ് ഉദ്യോഗസ്ഥർക്കുണ്ട്. ദുരൂഹത ഇപ്പോഴും ബാക്കി നിർത്തിക്കൊണ്ട് മുന്നോട്ട് പോവുകയാണ് വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതക കേസ്. ദുരൂഹതകൾ അങ്ങനെ ഏറെയുള്ള ഈ കൊലപാതകത്തിൻ്റെ ചുരുളഴിയാൻ കേവലം ചില ചോദ്യങ്ങൾക്ക് മാത്രം ഉത്തരം കിട്ടിയാൽ മതി. സാമ്പത്തിക ബാധ്യത എന്നുള്ളത് മനസ്സിലാകും. പക്ഷേ ഒരു 23-കാരന് ഇത്രയധികം ബാധ്യത എങ്ങനെ വന്നു? ഇനി ആ കുടുംബത്തിനാണ് ഇത്രയധികം ബാധ്യതയെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്വം എന്തിനാണ് ഈ ചെറുപ്പക്കാരൻ പേറുന്നത്? അതിനുള്ള പരിഹാരം തൻ്റെ കുടുംബാംഗങ്ങളെയും പണം ചോദിച്ചിട്ട് തരാത്തവരെയും കൊലപ്പെടുത്തുന്നതാണോ? അങ്ങനെ ഉത്തരം കിട്ടാത്ത പല ചോദ്യങ്ങൾ അവശേഷിക്കും. കുടുംബാംഗങ്ങളായിട്ടുള്ള ബന്ധുക്കളായ 4 പേരടക്കം 5 പേരെയാണ് വെഞ്ഞാറമൂട് പേരുമല ആർച്ച് ജംഗ്ഷൻ സൽമാസിൽ അഫാൻ എന്ന 23-കാരൻ അതിക്രൂരമായി, നിഷ്ഠൂരമായി ചുറ്റികയ്ക്കടിച്ച് കൊലപ്പെടുത്തിയത്. ഒപ്പം ജീവന് വേണ്ടി മല്ലിട്ടുകൊണ്ടിരിക്കുന്ന അഫാൻ്റെ മാതാവും. വെഞ്ഞാറമൂട് കൂട്ടക്കൊലയ്ക്ക് കാരണം കടബാധ്യത തന്നെയെന്ന് അഫാൻ ആവർത്തിച്ചു പറയുന്നു ജയിലിൽ വെച്ച്. കടബാധ്യത കാരണം ബന്ധുക്കൾ നിരന്തരം അധിക്ഷേപം ഉയർത്തിയതോടെ പിടിച്ചു നിൽക്കാൻ കഴിയാതെ വന്നു. ഉമ്മയടക്കം എല്ലാവരും ആത്മഹത്യ ചെയ്യാനായി പോലും കരുതിയിരുന്നു. പക്ഷേ സാധാരണ ഒരു വീട്ടിൽ പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ ചർച്ച ചെയ്യുന്നത് പോലെ എല്ലാം അവസാനിപ്പിച്ച് കളയാമെന്നുള്ള ഒരു ചർച്ച ആയിരിക്കണം ഉമ്മയും നടത്തിയത്. പക്ഷേ അതിനെ വളരെ ഗൗരവത്തോടു കൂടി മകനെടുത്തു. ആ കൃത്യം മകൻ ഏറ്റെടുത്ത് നടപ്പിലാക്കി. പക്ഷേ എന്തുകൊണ്ട് അവൻ്റെ ജീവൻ അവൻ നശിപ്പിച്ചില്ല? അവൻ ആത്മഹത്യ ചെയ്തില്ല. പകരം എലിവിഷം കഴിച്ചുവെന്ന് പറഞ്ഞ് പോലീസ് സ്റ്റേഷനിലേക്ക് ഹാജരായി. ഇതിലൊക്കെ തന്നെ ദുരൂഹതകൾ പലതും സംശയിക്കുന്നുണ്ട്. ഏറ്റവും ഇഷ്ടമുണ്ടായിരുന്ന കുഞ്ഞനിയനെ പോലും അതിക്രൂരമായി തന്നെയാണ് അട്ടിച്ചു കൊന്നിരിക്കുന്നത്. ജീവന് തുല്യമായി സ്നേഹിക്കുന്ന കാമുകിയെപ്പോലും അവൾ ഒറ്റപ്പെടുമെന്ന ഭീതിയിൽ അതിക്രൂരമായി തലയടിച്ച് പൊട്ടിച്ച് അവൻ്റെ മുറിയിൽ തന്നെ കസേരയിൽ ചാരിയിരുത്തി. അമ്മ മരിച്ചു എന്നുള്ള ഉറപ്പിൻ്റെ മേലാണ് മറ്റുള്ളവരെ കൊലപ്പെടുത്തിയെന്നാണ് അഫാൻ പറയുന്നത്. പക്ഷേ ഓരോരുത്തരും മരിച്ചുവെന്ന് ഒന്നിൽ കൂടുതൽ തവണ ക്രോസ് ചെക്ക് ചെയ്ത അഫാൻ എന്തുകൊണ്ട് ഉമ്മ മരിച്ചോ ഇല്ലയോ എന്ന് മനസ്സിലാക്കിയില്ല, അല്ലെങ്കിൽ തിരിച്ചറിഞ്ഞില്ല? ഇതൊക്കെ തന്നെയാണ് പോലീസിന് സംശയമായി ഇപ്പോഴും ഉത്തരം കിട്ടാത്ത പല ചോദ്യങ്ങളുമായി അവശേഷിക്കുന്നത്. പിന്നാലെയാണ് ഉമ്മ ജീവനോടെ ഉണ്ടെന്ന് മനസ്സിലാക്കിയതോടെ താൻ ഏത് സമയവും മരിക്കുമെന്നാണ് അഫാൻ ജയിൽ ഉദ്യോഗസ്ഥരോട് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. അഫാനെ നിലവിൽ 3 ദിവസത്തെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടിട്ടുണ്ട്. മുത്തശ്ശിയെ കൊലപ്പെടുത്തിയ കേസിൽ നെടുമങ്ങാട് കോടതിയാണ് അഫാനെ പാങ്ങോട് പോലീസിന് കൈമാറിയത്. ഇന്ന് പോലീസ് സ്റ്റേഷനിൽ വെച്ച് വിശദമായി തന്നെ അഫാനെ ചോദ്യം ചെയ്ത് നാളെ തെളിവെടുപ്പിന് കൊണ്ടുപോകാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അതിനുശേഷം വെഞ്ഞാറമൂട് പോലീസ് രജിസ്റ്റർ ചെയ്ത കേസുകളിൽ കസ്റ്റഡിയിൽ വാങ്ങും. പാങ്ങോട്ടെ കേസിന് പുറമെ വെഞ്ഞാറമൂട് പോലീസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ള കൊലക്കേസുകളുണ്ട്. അതിലും അഫാൻ്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട നീക്കങ്ങൾ ഇതിൻ്റെ അടുത്ത ദിവസങ്ങളിൽ നടത്തുമെന്നാണ് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്നും കഴിഞ്ഞ ദിവസമായിരുന്നു അഫാനെ പൂജപ്പുര സെൻട്രൽ ജയിലിലേക്ക് മാറ്റിയത്. ഓരോ ദിവസവും കടക്കാരുടെയും പലിശക്കാരുടെയും ശല്യം സഹിക്കവയ്യാതെ ഈ ജീവിതം കടം കൊടുത്തും കടം വീട്ടിയും അവസാനിക്കുമെന്നുള്ള അവസ്ഥ വന്നതോടെ ദിവസവും 10,000 രൂപയോളം പലിശ കൊടുക്കേണ്ട സാഹചര്യം വന്നതൊന്നും തന്നെ തൻ്റെ കുടുംബത്തിന് താങ്ങാൻ കഴിഞ്ഞില്ല. അങ്ങനെയാണ് എല്ലാവരെയും കൊലപ്പെടുത്തി
താനും മരണപ്പെടാൻ തീരുമാനിച്ചത്. എന്നാൽ മരിക്കാൻ കഴിയാത്തതിലുള്ള അസ്വസ്ഥത അഫാൻ ജയിൽ അധികൃതരോട് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അഫാന്റെ മാനസിക നില പരിശോധിക്കാൻ പോലീസ് മാനസികാരോഗ്യ വിദഗ്ധരുടെ ഒരു പാനൽ തന്നെ തയ്യാറാക്കിയിട്ടുണ്ട്. കസ്റ്റഡി കാലാവധി പൂർത്തിയാക്കി കോടതിയുടെ അനുമതിയോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചായിരിക്കും മാനസികാരോഗ്യ പരിശോധനയും നടത്തുന്നത്. 23 വയസ്സ് മാത്രം പ്രായമുള്ള അഫാന്റേത് അസാധാരണമായ പെരുമാറ്റമെന്ന് തന്നെയാണ് പോലീസും ഡോക്ടർമാരും വിലയിരുത്തുന്നത്. ഒരിക്കലും ഒരു ചെറുപ്പക്കാരൻ ഇങ്ങനെയൊന്നും സാധാരണ മനസ്ഥിതി വെച്ച് പ്രവർത്തിക്കാൻ സാധിക്കില്ല. കൂട്ടക്കൊലപാതകങ്ങൾക്കിടയിൽ പുറത്തിറങ്ങുമ്പോഴൊക്കെ തന്നെ സാധാരണ മനുഷ്യന്മാർ എങ്ങനെ പെരുമാറുമോ അതുപോലെ തന്നെയാണ് അഫാന്റെ പെരുമാറ്റവും. യാതൊരു വിധത്തിലുള്ള പരിഭ്രാന്തിയോ പരിഭ്രമോ ഭയമോ നടുക്കമോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ഈ സാഹചര്യത്തിലാണ് അഫാന്റെ മനോനില പരിശോധിക്കണമെന്ന് പോലീസ് ഉദ്യോഗസ്ഥരടക്കം ആവശ്യപ്പെടുന്നത്. മാനസികാരോഗ്യ വിദഗ്ധരുടെ സഹായം തേടാൻ അങ്ങനെ പോലീസ് തീരുമാനിച്ചത്. അഫാന്റെ ബന്ധുക്കൾ, പണം കടം വാങ്ങിയവർ എന്നിവരുടെ ഒക്കെ തന്നെ മൊഴി പോലീസ് രേഖപ്പെടുത്തി വരുന്നു. അവരിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങളുടെ എല്ലാം അടിസ്ഥാനത്തിൽ 90 ദിവസത്തിനകം തന്നെ കുറ്റപത്രം പോലീസ് സമർപ്പിക്കും. അഫാൻ ഈ കൊലപാതകം നടത്താൻ ചുറ്റിക തിരഞ്ഞെടുത്ത കാരണമടക്കം കഴിഞ്ഞ ദിവസം പോലീസ് സംഘം തന്നെ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു. അഫാന്റെ മൊബൈൽ ഫോൺ പരിശോധിച്ചാണ് ഈ നിർണായക വിവരങ്ങൾ പോലീസ് കണ്ടെടുത്തത്. കൂടുതൽ വിശദമായ ചോദ്യം ചെയ്യലിനും തെളിവെടുപ്പിനുമായി തന്നെയാണ് പോലീസ് അങ്ങനെ കസ്റ്റഡി അപേക്ഷയും നൽകിയത്. കടബാധ്യതയുടെ കാര്യം പോലീസ് സ്ഥിരീകരിച്ചു കഴിഞ്ഞു. അഫാന്റെ ഉമ്മ ഷെമിയുടെ ജീവിതശൈലി തന്നെയാണ് ഈ കടം പെരുകാൻ കാരണമെന്നാണ് പ്രാഥമികമായ വിലയിരുത്തൽ. കൂടുതൽ വിശദാംശങ്ങൾ ലഭിച്ചു വരുന്നതേയുള്ളൂ. പിതാവ് പറയുന്നതനുസരിച്ച് മറ്റ് ബാധ്യതകളില്ലെങ്കിൽ കുടുംബത്തിൻ്റെ ധൂർത്ത്, ആർഭാടം ഇതൊക്കെ തന്നെയാണ് കടം പെരുകാനുള്ള കാരണം. ചുറ്റിക തിരഞ്ഞെടുത്തതിനെക്കുറിച്ച് അറിയാൻ സൈബർ പോലീസ് അഫാന്റെ ഫോണും ഇന്റർനെറ്റ് ഉപയോഗത്തിൻ്റെ വിവരങ്ങളും ഒക്കെ തന്നെ പരിശോധിച്ചു. കൊലപാതകത്തിന് ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് തന്നെ അഫാൻ മൊബൈൽ ഫോണിൽ ഇത്തരത്തിൽ ആയുധങ്ങളെ തിരഞ്ഞ് അതെങ്ങനെ ഉപയോഗിക്കണമെന്നുള്ള വീഡിയോ ദൃശ്യങ്ങൾ യൂട്യൂബിൽ കണ്ട് തയ്യാറെടുത്തിരുന്നു. രാത്രിയൊക്കെ ഉറക്കമൊഴിഞ്ഞ് മൊബൈൽ ഫോൺ ഉപയോഗിച്ച് ഇക്കാര്യങ്ങൾ മനസ്സിലാക്കിയിരുന്നു. അങ്ങനെ ചുറ്റികയിലേക്ക് എത്തിയതിൻ്റെ കൃത്യമായ കാരണവും പോലീസ് മനസ്സിലാക്കി. ഉമ്മുമ്മയെ കൊലപ്പെടുത്തി സ്വർണമെടുത്ത് പ്രതി അത് പണയം വെച്ച് 75,000 രൂപയാണ് വാങ്ങിയത്. അതിൽ 40,000 രൂപ വായ്പ നൽകിയ സഹകരണ സംഘത്തിൻ്റെ ഏജന്റിന് അയച്ചു കൊടുത്തു. ദിവസവും വീട്ടിലെത്തി പിരിവ് വാങ്ങുന്ന ഇവരെ വീട്ടിലെത്തിക്കാതിരിക്കാനുള്ള നീക്കമാണ് ഗൂഗിൾ പേ വഴി പണം അയച്ചു കൊടുത്തതിലൂടെ നടത്തിയത്. കൊലപാതകത്തിൻ്റെ തലേ ദിവസവും അഫാനും ഉമ്മയും പണത്തിന് വേണ്ടി ഒരു ബന്ധുവീട്ടിൽ പോയിരുന്നു. പക്ഷേ പണം കിട്ടിയിരുന്നില്ല. കൊലപാതകം നടക്കുന്ന ദിവസവും സമാനമായുള്ള ആവശ്യം ബന്ധുവിനെ വിളിച്ചു പറഞ്ഞിരുന്നു. അപ്പോഴും പണമില്ലെന്നുള്ള മറുപടി കുടുംബത്തെ ഏറെ നിരാശപ്പെടുത്തിയിരുന്നു. എന്തിനു വേണ്ടിയാണ് ഈ 50,000 രൂപ അന്ന് തിരഞ്ഞത് എന്നുള്ളതും സംശയാസ്പദമായി തന്നെ നിലനിൽക്കുന്നുണ്ട്. ഏതാണ്ട് 60 ലക്ഷത്തിന് പുറത്ത് കടമാണ് അഫാനും ഉമ്മ ഷെമിക്കുമായിട്ടുള്ളത്. ഇവർക്ക് പണം കടം കൊടുത്തവർ ആരൊക്കെ എന്നുള്ളത് പോലീസ് ഇപ്പോൾ തിരഞ്ഞുകൊണ്ടിരിക്കുന്നു. ആർഭാടകരമായിട്ടുള്ള ജീവിതം നയിച്ചത് തന്നെയാണ് ഈ കടത്തിലേക്ക് എത്തിച്ചതെന്നാണ് പോലീസും പറയുന്നത്. സൗദിയിൽ നല്ല നിലയിൽ ജോലി ചെയ്തു പോകുന്ന ഒരാളായിരുന്നു അഫാന്റെ പിതാവ് റഹീം. പക്ഷേ കോവിഡ് വന്നതോടെ കാര്യങ്ങളൊക്കെ തന്നെ താളം തെറ്റി, കടമായി ഒളിവിൽ പോകേണ്ടി വന്നു. പക്ഷേ എന്നിരുന്നാലും കുടുംബത്തെ ഈ ബുദ്ധിമുട്ട് അറിയിക്കാതെ മുന്നോട്ട് പോവുകയായിരുന്നു. തൻ്റെ കടം താൻ തന്നെ വീട്ടുമെന്നും സ്വത്തുക്കളോ മറ്റോ വിറ്റാൽ മാത്രം തീരാവുന്ന കടം മാത്രമേ തനിക്കുള്ളൂ, കേവലം 15 ലക്ഷം രൂപയ്ക്കകത്ത് മാത്രമേ കടമുള്ളൂ എന്നാണ് പറയുന്നത്. പക്ഷേ ഇവരുടെ ഭാഗത്തു നിന്നുമുണ്ടായ പലതരത്തിലുള്ള സാമ്പത്തിക തിരിമറികൾ തന്നെയാണ് ഇതിന് കാരണമെന്നാണ് സംശയിക്കുന്നത്. അമ്മയും മകനും ചേർന്നുകൊണ്ട് ബന്ധുക്കളെ ചേർത്ത് തന്നെ ചിട്ടി അടക്കം നടത്തിയിരുന്നു. ചിട്ടി ലഭിക്കുന്ന സമയത്ത് പണം കൊടുക്കാൻ പോലും കഴിയാതെ വന്നതോടെ പ്രശ്നം ഗുരുതരമായി. ഓരോ ദിവസത്തെയും പിരിവ് അതൊക്കെ വായ്പകളായി മാറിക്കൊണ്ടിരുന്നു. അങ്ങനെ മുത്തശ്ശിയോട് സഹായം അഭ്യർത്ഥിച്ചു. മുത്തശ്ശി പണം നൽകാത്തതിലുള്ള വൈരാഗ്യമായിരിക്കണം കൊലപ്പെടുത്താനുള്ള കാരണമെന്നാണ് നിലവിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. കടബാധ്യത സംബന്ധിച്ച് അഫാന്റെ മൊഴിയും പിതാവിൻ്റെ മൊഴിയും തമ്മിൽ ഒരുപാട് വൈരുദ്ധ്യമുണ്ട്, പൊരുത്തക്കേടുകളുണ്ട്. അതൊക്കെ നീക്കിയെടുക്കാനാണ് പോലീസ് ഇപ്പോൾ ശ്രമിക്കുന്നത്. തൻ്റെ കടം വീട്ടാൻ ഒരിക്കൽ പോലും മകൻ നാട്ടിൽ നിന്നും പണം അയച്ചു നൽകിയിട്ടില്ല, അല്ലെങ്കിൽ കുടുംബത്തോട് അങ്ങനെ ആവശ്യപ്പെട്ടിട്ടില്ല. പിന്നെ എങ്ങനെ ഇത്രയും കടം വന്നു എന്നുള്ളതാണ് പോലീസിനോടടക്കം റഹീം ചോദിക്കുന്നത്. പാങ്ങോട് താമസിക്കുന്ന മുത്തശ്ശിയെ കൊലപ്പെടുത്തി തട്ടിയെടുത്ത സ്വർണം പണയം വെച്ചതിൽ 40,000 രൂപ കല്ലറയിലെ തന്നെ ഒരു ക്യാഷ് ഡെപ്പോസിറ്റ് മെഷീനിൽ നിക്ഷേപിച്ച് ഗൂഗിൾ പേ വഴിയാണ് പലർക്കും പണം ഇതുപോലെ അയച്ചു കൊടുത്തത്. മാണിക്കൽ പഞ്ചായത്തിലെ സഹകരണ സ്ഥാപനത്തിലെ പ്രതിദിന കളക്ഷൻ ഏജന്റിനടക്കമാണ് ഇത്തരത്തിൽ പണം അയച്ചു കൊടുത്തത്. ഇത്തരത്തിൽ ബാധ്യതയുള്ളത് ഈ 60-65 ലക്ഷത്തിൻ്റെ ബാധ്യത ഒരിക്കൽ പോലും വിദേശത്തുള്ള ഭർത്താവിനെ അറിയിച്ചിരുന്നില്ല. കടുത്ത സാമ്പത്തിക പ്രശ്നങ്ങൾ തന്നെയാണ് അങ്ങനെ ഏറ്റവും ഒടുവിൽ ഈ കൊടും ക്രൂരകൃത്യത്തിലേക്ക്, കൊലപാതകത്തിലേക്ക് അഫാനെ നയിച്ചതെന്നും ആവർത്തിച്ച് മൊഴി പറയുന്നുണ്ട്.